കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലയൻകീഴിൽ വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ നായ കടിച്ച് പരിക്കേൽപ്പിച്ച വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. പരിക്കേറ്റ 4 കുട്ടികളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സഹായരായി നിലവിളിക്കുന്ന ആ കുട്ടികളെ കാണും. മലയൻകീഴ് മാർനല്ലൂർ ചീനിവിളയിലാണ് സംഭവം നടന്നത്. മാർനല്ലൂർ സ്വദേശി യേശുദാസിന്റെ വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളെ തെരുവുനായ വീട്ടുമുറ്റത്ത് കയറി കടിക്കുകയായിരുന്നു. 7 വയസ്സുകാരി ഹസ്ന, 2 വയസ്സുകാരി അഷ്ന, 6 വയസ്സുകാരി അബിയ, 4 വയസ്സായ അബിൻ എന്നീ കുട്ടികളെയാണ് തെരുവുനായ കടിച്ചുകീറിയത്. നായയുടെ ആക്രമണം കണ്ട നാട്ടുകാരാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു നായ വന്ന് ഇവരെ കടിക്കുകയായിരുന്നു. അങ്ങനെ പിള്ളേരെ കടിച്ചുരുട്ടുകയായിരുന്നു. കെട്ടിയിട്ട് വളർത്താത്ത നായൊക്കെ കൊണ്ട് ചുറ്റുപാടുള്ളിടത്തൊക്കെ ഉണ്ട്. പരിക്കേറ്റവരെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ശേഷം ഇവരെ വിട്ടയക്കുകയായിരുന്നു. തെരുവുനായയെ പിടികൂടി വന്ധ്യംകരിക്കുന്ന നടപടി നടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് നായശല്യം രൂക്ഷമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം നിവാസികളും തിരുവനന്തപുരത്ത് എത്തുന്നവരും ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ നഗരം കൈയടക്കിയിരിക്കുന്നത് തെരുവ് നായ്ക്കളാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നേ പറയാനാണ്. തലസ്ഥാന നഗരം നായകൾ കൈയടക്കിയിട്ട് കാലങ്ങളായി. ആരും എപ്പോൾ വേണമെങ്കിലും നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുമെന്ന സ്ഥിതി. തെരുവ് നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിന് ഇരയായത് നിരവധി പേരാണ്. ആയിരങ്ങൾ തെരുവുനായുടെ ആക്രമണത്തിൽ ഇതിനകം തന്നെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം നഗരത്തിൽ രൂക്ഷമാവുകയായിരുന്നു. വഴിയാത്രക്കാരെ മാത്രമല്ല, വീടുകളിൽ കഴിഞ്ഞിരുന്നവരെ വരെ നായ്ക്കൾ ആക്രമിച്ചു. വെള്ളിയാഴ്ച പ്രഭാത സവാരിക്കിറങ്ങിയ ആളെ തെരുവുനായ കടിച്ച് മണിക്കൂറുകളോളം രക്തം വാർന്ന് റോഡിൽ കഴിയേണ്ടി വന്നു. പൂന്തുറ സ്റ്റേഷന് സമീപം നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് ഇരയായ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതേയുള്ളൂ. 3 മാസം മുമ്പ് നായയുടെ കടിയേറ്റ ബാലരാമപുരം സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. നഗരത്തിന്റെ മിക്കയിടങ്ങളിലും തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. രാത്രി സഞ്ചാരികൾക്കാണ് കൂടുതൽ ഭീഷണി. കുട്ടികളെയും ഇരുചക്രവാഹനക്കാരെയും നായ്ക്കൾ വെറുതെ വിടാറില്ല. നായശല്യം രൂക്ഷമായെങ്കിലും വന്ധ്യംകരണമെന്ന അപ്രായോഗിക പ്രതിരോധം മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. മറ്റു പോംവഴികൾ കണ്ടെത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതം നായകൾ തെരുവിലിഴയ്ക്കുമെന്ന് തീർച്ച. ന്യൂസ് ഡെസ്ക്. സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് പോലീസിനെ തിരികെ ഏൽപ്പിച്ചു. അന്വേഷണത്തിന് തുടർച്ച വേണമെന്ന ഉദ്ദേശത്തോടെയാണ് അന്വേഷണം പോലീസിന് കൈമാറുന്നതെന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരിച്ചു. സുനന്ദ പുഷ്കറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടതോടെ കേസന്വേഷണം ആദ്യം സരോജിനി നഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഒരു സംസ്ഥാന മന്ത്രിയെപ്പോലും കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട ഈ ഉദ്യോഗസ്ഥൻ കേന്ദ്രമന്ത്രി സംശയനിഴലിൽ നിൽക്കുന്ന കേസ് എങ്ങനെ അന്വേഷിക്കും എന്നതും വിവാദമായിരുന്നു. തുടർന്നാണ് ദില്ലി പോലീസ് കമ്മീഷണർ 2 ദിവസം മുമ്പ് കേസ് തിടുക്കത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതനുസരിച്ച് കേസിന്റെ ഇതുവരെയുള്ള ഡയറിയും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന് തുടർച്ച ലഭിക്കുന്നതിനാണ് കേസ് ദില്ലി പോലീസിന് തന്നെ തിരികെ ഏൽപ്പിച്ചതെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയാണ് കേസന്വേഷണം തിരിച്ചെടുക്കാൻ കാരണമായിട്ടുള്ളതെന്നും സൂചനയുണ്ട്. അതേസമയം സുനന്ദയെ മർദ്ദിക്കാൻ തരൂരിന് ഒരിക്കലും കഴിയില്ലെന്ന് സുനന്ദയുടെ സഹോദരൻ രാജേഷ് പുഷ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും കേണൽ രാജേഷ് പുഷ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. മരുന്നുകളുടെ അമിതോപയോഗമാകാം സുനന്ദ പുഷ്കറിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സുനന്ദ പുഷ്കർ മരണപ്പെടുന്നതിന് മുമ്പ് ശശി തരൂരുമായി വഴക്കുണ്ടാക്കിയതായി വാർത്ത വന്നിരുന്നു. വിമാനത്തിൽ വെച്ചും ഇരുവരും വാക്കേറ്റമുണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 17-നാണ് ദില്ലിയിലെ ലീല ഹോട്ടലിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ശംഖുമുഖത്തെ സുനാമി പാർക്കിന്റെ ഒരു ഭാഗം പൊളിച്ച് നിരപ്പാക്കി. DTPCയുടെ നേതൃത്വത്തിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിനെന്ന പേരിലാണ് പാർക്ക് നശിപ്പിച്ചത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ആ കാഴ്ചയിലേക്ക്. ശംഖുമുഖത്തെ സുനാമി പാർക്കിന്റെ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം കഴിഞ്ഞ ദിവസമാണ് പൊളിച്ചു നിരപ്പാക്കിയത്. പാർക്കിലെ പുൽത്തകിടി, പൂന്തോട്ടം, ടൈലുകൾ, ലൈറ്റുകൾ തുടങ്ങിയവയെല്ലാം JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കാനെന്ന പേരിലാണ് പാർക്കിന്റെ നല്ലൊരു ഭാഗം പൂർണ്ണമായും നശിപ്പിച്ചത്. സ്വകാര്യ വ്യക്തിക്ക് പേ ആൻഡ് പാർക്ക് പദ്ധതി തുടങ്ങാനാണ് DTPC അധികൃതരുടെ നടപടിയെന്ന് ആക്ഷേപമുണ്ട്. ഇതിവിടെ പൂന്തോട്ടവും ഗാർഡനൊക്കെ ആയിരുന്നു. നല്ല ലൈറ്റൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പം നമുക്ക് കാണാവുന്നതാണ്. എല്ലാ ലൈറ്റും ഇടിച്ച് പൊളിച്ച് ഇപ്പോൾ ഒരു ലൈറ്റും ഇത് വർക്ക് ചെയ്യുന്നില്ല. ഒരു ദിവസം കൊണ്ട് JCB കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ടൂറിസത്തിനും വിലയില്ല, ഒരു തരം അതിക്രമമാണ്. പാർക്ക് നശിപ്പിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച മുൻ ടൂറിസം മന്ത്രിയും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. നല്ല നിലയിൽ ലാൻഡ്സ്കേപ്പിങ്ങും ഉണ്ടായതാണ്. അതെന്തിനാണ് ഇത്തരത്തിൽ മാറ്റിയത് എന്നുള്ളത് ദുരൂഹമാണ്. DTPC സെക്രട്ടറിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവ് കൊണ്ട് നിർമ്മിച്ചൊരു പദ്ധതി ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ച് നിരപ്പാക്കാൻ അദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത്? ഇത് ഈ സ്ഥലം മറ്റേതോ സ്വകാര്യ വ്യക്തികൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ തീരുമാനമില്ലാതെ, DTPC തീരുമാനമില്ലാതെ ഇങ്ങനെ ചെയ്തതിന് ഉത്തരവാദിയായ ആളുടെ പേരിൽ ആദ്യം നടപടിയെടുക്കണം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. അതേസമയം പാർക്ക് കാടുകയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതിനാലാണ് പേ ആൻഡ് പാർക്ക് തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് DTPC സെക്രട്ടറി വ്യക്തമാക്കി. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം ശംഖുമുഖം ബീച്ച് വികസനത്തിന്റെ ഭാഗമായി 2010 സുനാമി പാർക്ക് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളം കാക്കനാടുണ്ടായ ബോംബ് സ്ഫോടനത്തിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. സ്ഫോടനം നടന്ന് ആഴ്ചകൾ പിന്നിട്ടപ്പോഴും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിക്കാതായതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതി രാത്രി 10:30 കാക്കനാട് മാവേലിപുരത്തെ അയ്യപ്പ സേവാ സംഘത്തിന്റെ വിശ്രമ കേന്ദ്രത്തിന് സമീപം സ്റ്റീൽ ബോംബ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനം അന്വേഷിക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജോ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും 4 സബ് ഇൻസ്പെക്ടർമാരും മറ്റ് 10 പേരും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. സംഘം പല വഴികളിലൂടെ അന്വേഷണം നടത്തി. സംസ്ഥാനത്തിന്റെ പുറത്തും അന്വേഷിച്ചു. എന്നാൽ ഇതുവരെയും ഒരു തുമ്പും ഉണ്ടായിട്ടില്ല. സ്ഫോടനത്തിൽ പരിക്കേറ്റയാളെ സംബന്ധിച്ചു നടന്ന അന്വേഷണം നേരത്തെ തന്നെ ഉപേക്ഷിച്ച മട്ടാണ്. അതേസമയം പരിക്കേറ്റയാളും കൂടെയുണ്ടായിരുന്നവരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ നമ്പർ അയ്യപ്പ സേവാ സംഘത്തിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നത് തെറ്റായിട്ടായിരുന്നുവെന്ന് കണ്ടെത്തി. വാഹനത്തിന്റെ നമ്പർ വ്യാജമായിരുന്നുവെന്ന് കണ്ടെത്തിയതോടെ സ്ഫോടനം ആസൂത്രിതമായി നടപ്പാക്കിയതാകാമെന്ന സംശയം ബലപ്പെട്ടു. സംഭവത്തിന് ദൃക്സാക്ഷിയെന്ന് അവകാശപ്പെട്ട കാക്കനാട് പലചരക്ക് കടയിലെ ജീവനക്കാരനും കാസർഗോഡ് സ്വദേശിയുമായ യുവാവിനെ പലതവണ ചോദ്യം ചെയ്തു. എന്നാൽ വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികളായിരുന്നുവെന്നത് പോലീസിന് തലവേദനയായി. സ്ഫോടനം നടന്ന മേഖലയിലെ പലരെയും പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അന്വേഷണം ഫലം കാണാതായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 4 വർഷം മുമ്പ് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സമാനമായ മറ്റൊരു സ്ഫോടന കേസിന്റെ അന്വേഷണവും എങ്ങുമെത്താതെ അവസാനിക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികളെ പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ നിർബന്ധിക്കുന്നത്.